തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് മുന്നണിയെ സജ്ജമാക്കാൻ NDA തീരുമാനം. മുന്നണിയിലെ തർക്കം തൽക്കാലത്തേക്ക് ചർച്ച ചെയ്യേണ്ടെന്നാണ് ധാരണ. രാജീവ് ചന്ദ്രശേഖർ BJP സംസ്ഥാന അധ്യക്ഷനായ ശേഷമുള്ള ആദ്യ NDA നേതൃയോഗമാണ് ചേർത്തലയിൽ ചേർന്നത്. ചങ്ങനാശ്ശേരിയിലെത്തി NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരെയും കണിച്ചുകുളങ്ങരയിൽ SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെയും സന്ദർശിച്ച ശേഷമാണ് BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആദ്യ മുന്നണി യോഗത്തിനെത്തിയത്. കൂടിക്കാഴ്ചയിൽ രാഷ്ട്രീയമില്ലെന്നും സ്നേഹ സന്ദർശനം മാത്രമെന്നും രാജീവ് ചന്ദ്രശേഖർ. ഞാൻ സംസ്ഥാന പ്രസിഡന്റായി കഴിഞ്ഞിട്ട് ആദ്യത്തെ ഒരു ഒക്കേഷനായിരുന്നു. വന്ന് കണ്ടു. അദ്ദേഹത്തിന്റെ അനുഗ്രഹവും പിന്തുണയെല്ലാം ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു കർട്ടസി കോളായിട്ട് കണ്ടാൽ മതി. തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും താഴെത്തട്ട് വരെ പ്രവർത്തനം വ്യാപിപ്പിക്കും. അതിനായി ബൂത്ത് തലം വരെ കമ്മിറ്റികൾ വരും. BJP പ്രതിനിധി ചെയർമാനും BDJS പ്രതിനിധി കൺവീനറുമായ കമ്മിറ്റികളാകും എല്ലാ തലത്തിലും ഉണ്ടാവുക. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള കർമ്മ പദ്ധതി മെയ് മാസത്തിൽ പ്രഖ്യാപിക്കും. കേരളത്തെ മുന്നോട്ട് നയിക്കണമെങ്കിൽ അതിന് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ നേതൃത്വത്തിൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ. കേരളത്തിലെ ജനങ്ങളോട് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ പിന്നിൽ അണിനിരക്കാൻ ആഹ്വാനം ചെയ്യുന്ന പ്രമേയമാണ് ഇന്ന് ഏകകണ്ഠമായിട്ട് ഈ യോഗം അംഗീകരിച്ചിട്ടുള്ള പ്രമേയം. NDA സംസ്ഥാന കൺവീനറും BDJS അധ്യക്ഷനുമായ തുഷാർ വെള്ളാപ്പള്ളിയും മുതിർന്ന BJP നേതാക്കളും ഘടകകക്ഷി പ്രതിനിധികളും NDA സംസ്ഥാന നേതൃയോഗത്തിൽ പങ്കെടുത്തു. യോഗശേഷം രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങളോട് സംസാരിച്ചില്ല. പകരം V മുരളീധരനും തുഷാർ വെള്ളാപ്പള്ളിയുമാണ് സംസാരിച്ചത്. രാജീവ് ചന്ദ്രശേഖർ BJP സംസ്ഥാന അധ്യക്ഷനായ ശേഷമുള്ള ആദ്യ NDA നേതൃയോഗത്തിലും BDJSന്റെ പരാതികൾ ചർച്ചയായില്ല. എന്നാൽ BDJS സംസ്ഥാന കമ്മിറ്റിയിൽ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പങ്കെടുത്തു. 24 ആലപ്പുഴ.